BB7 ലൈവിൽ ഇപ്പോൾ നല്ല അടി നടക്കുകയാണ്. ബ്ലൈൻഡ്സ് വീണതുകൊണ്ട് തന്നെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഓരോ ഫ്രണ്ട്ലി ടോക്ക് നടത്തുകയായിരുന്നു. അപ്പോൾ അക്ബർ വന്നിട്ട് നിങ്ങൾ 4 പേരും രാത്രി കളിക്കുന്നത് ഗ്രൂപ്പിസം ആണെന്നൊക്കെ പറയാണ്. അതായത് ബിഗ് ബോസ് ഷൈത്യയ്ക്കും ഷാനവാസിനും ബിൻസിക്കും ജിസൈലിനും ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ലൈറ്റ് ഓഫ് മുതൽ അവർ ഗാർഡൻ ഏരിയയിലായിരിക്കും സഹവസിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ 4 പേരും ഗ്രൂപ്പിസമാണ് കളിക്കുന്നതെന്നും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരാളെ എവിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും പക്ഷെ നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്താണ് കളിക്കുന്നതെന്നൊക്കെ അക്ബർ പറയുകയാണ്. എന്നാൽ ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരുന്നു. പരസ്പരം സഹായിക്കാനോ അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. അതാണ് തങ്ങൾ യൂസ് ചെയ്യുന്നതെന്നും ഷാനവാസ് തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കളിക്കാനാണെങ്കിൽ 100 ദിവസവും 20 പേര് ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ആര്യനും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിൽ മാത്രമാണ് പരസ്പരം സഹായിക്കാം എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഗെയിമിൽ അത് യൂസ് ചെയ്യുന്നു. മറ്റ് ഗെയിമിലെല്ലാം ഞങ്ങൾ പരസ്പരം അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കളിക്കില്ലെന്നും ഷാനവാസ് പറയുന്നുണ്ട്. അതിലിപ്പോൾ ജിസയിലും ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിസം അല്ലേ കളിക്കുന്നത്, നിങ്ങളിൽ ഒരാൾ ഇതിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഗെയിം തുടങ്ങിയത് മുതൽ അപ്പാനി ശരത്തും അക്ബറും ആര്യനെല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയ ഗ്രൂപ്പിസം കളിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അക്ബറിന് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും മറ്റുള്ളവരെ ഓരോന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ടാണ് 10 വോട്ടുകൾ കിട്ടി ഷാനവാസ് ഈ ടാസ്കിൽ എത്തിയതെന്നൊക്കെ ഷാനവാസും പറയുന്നുണ്ട്. കാരണം അനുമോളുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ താൻ കുറ്റക്കാരനാണെന്ന് അക്ബറാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നും ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് തനിക്ക് ഹൗസിൽ നിന്നും 10 വോട്ടുകൾ കിട്ടിയതെന്നും അതുകൊണ്ടാണ് താൻ ഈ ടാസ്കിൽ എത്തിയതെന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. താൻ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 പേരും ഗ്രൂപ്പിസമാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങളും ഗ്രൂപ്പിസം അല്ലേ കളിക്കുന്നതെന്ന് അനുമോൾ അക്ബറിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആങ്ങള പെങ്ങൾ ഗെയിം അല്ലേ നിങ്ങൾ കളിക്കുന്നത്, അതായത് അനുമോളും ഷാനവാസും കൂടി ആങ്ങളെയും പെങ്ങളും ഗെയിമാണ് കളിക്കുന്നതെന്നൊക്കെ അപ്പോൾ അക്ബർ തിരിച്ചു പറയുന്നുണ്ട്. കാരണം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അനുമോൾക്കും ഷാനവാസിനും പരസ്പരം അറിയായിരുന്നു. കാരണം അവർ അഭിനയ രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവർ പുറത്തു നിന്ന് തന്നെ ആങ്ങള പെങ്ങൾ അതായത് പെങ്ങളൂട്ടി കാർഡ് കളിക്കുകയാണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അനുമോളും അക്ബറും തമ്മിൽ ഇപ്പോൾ വാക്കേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വ്യക്തിയാണ് ഇന്നലെ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പേരിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോൾ വേറെയും ഇഷ്യൂസൊക്കെ അതിലേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് താൻ പോടോ എന്ന് അനുമോൾ പറയുന്നുണ്ട്. തന്നെ പോടോ എന്ന് വിളിച്ചാൽ താൻ പോടിയെന്നും വിളിക്കുമെന്നും പറഞ്ഞ് അക്ബർ തിരിച്ച് പോടിയെന്നും വിളിക്കുന്നുണ്ട്. പിന്നെ അതേ ചൊല്ലിയായി വഴക്ക്, എന്നെ പോടിയെന്ന് വിളിക്കേണ്ട, എന്നെ പോടിയെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അക്ബർ അപ്പോൾ എന്നെ പോടോ എന്ന് വിളിച്ചാൽ ഞാൻ പോടിയെന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് പിന്നെ പരസ്പരം അത് പറഞ്ഞായി വഴക്ക്. അതിനിടയിലേക്ക് രേണുസുതിയും വരുന്നുണ്ട്. രേണുസുതി പറയുന്നുണ്ട് ഇന്നലെ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് നിങ്ങൾക്ക് വേറെ പല പേരുകളും എനിക്ക് ഇടാൻ വരുന്നു, ഇത്ര നികൃഷ്ടമായ പേരാണ് എനിക്ക് ഇട്ടത്, നിങ്ങളെ സ്ത്രീത്വത്തെ അപമാനിച്ചു, വിധവയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ കണ്ടന്റ് ഇടുന്നുണ്ട്. അപ്പോഴും അക്ബർ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെയാണ് വിളിച്ചത് എങ്കിലും ഞാൻ ഇന്നലെ രാത്രി വന്ന് എൻ്റെ ഉമ്മയെ പിടിച്ച് തന്നെ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു. അപ്പോഴൊരു പ്രശ്നം ഉണ്ടാകാതിരുന്നിട്ട് ഇന്ന് അതെന്തിനാണ് എടുത്തിടുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അപ്പാണി ശരത്തും അതിലേക്ക് വന്ന് ഇടപെടുന്നുണ്ട്. അതായത് അക്ബറിനെ ഹെൽപ്പ് ചെയ്ത് അപ്പാണി ശരത്തും അഭിലാഷൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവർ 3 പേരും കൂടി പിന്നെ രേണുസുതിയോട് തർക്കിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ മോർണിംഗ് ടാസ്കിലാണ് അക്ബർ രേണുസുതിക്ക് സെപ്റ്റി ടാങ്ക് എന്നുള്ള പേര് കൊടുത്തത്. അത് രാത്രിയിൽ അതിലൊരു പശ്ചാത്താപം തോന്നി അക്ബർ ഇന്നലെ പോയി മാപ്പ് പറയുകയും ചെയ്തു. ആ പ്രശ്നം അവിടെ സോൾവ് ആയതാണ്. പക്ഷേ ഇന്ന് രാവിലെ പിന്നെയും രേണുസുതി അത് എടുത്തിടുകയും അതിലേക്ക് വിധവകളെയൊക്കെ എടുത്തിട്ടു. അപ്പോൾ സെൻറ്റിമെൻ്റൽ കാർഡ് ഇറക്കുകയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പാണി ശരത്ത് അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ മാപ്പ് പറഞ്ഞാണ്, നിങ്ങൾ ഇന്നലെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല, പിന്നെ ഇന്ന് എന്തിനാണ് വെറുതെ ഷോ ഇറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേണുസുതി പറയുന്നുണ്ട് എനിക്ക് ഇന്നാണ് അതിന് പ്രതികരിക്കാൻ തോന്നിയത്, അതുകൊണ്ടാണ് ഇന്ന് പ്രതികരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേണുസുതി പിന്നെയും അത് തന്നെ പറയണം. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേച്ചിയെ മാത്രമാണ് അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്, അതിലേക്ക് സ്ത്രീകളെയും വിധവകളെയും ഒന്നും എടുത്ത് വലിച്ചഴക്കണം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു 10% പേരെങ്കിലും പുറത്ത് കാണും, അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, ഇനി എന്നെ ആരും സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിക്കേണ്ടെന്ന് പറഞ്ഞ് രേണു വലിയ രീതിയിൽ റേസ് ആവുന്നുണ്ട് അഭിലാഷിനോടും അക്ബറിനോടും അപ്പാണി ശരത്തിനോടൊക്കെ. എന്തായാലും രാവിലെ വേറെന്തോ റീസൺ പറഞ്ഞു തുടങ്ങിയ വഴക്കാണ് ഇപ്പോൾ പറഞ്ഞ് അവസാനം അക്ബറും അപ്പാണി ശരത്തും അഭിലാഷൊക്കെ തമ്മിൽ രേണുവായിട്ടുള്ള വഴക്കിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്.